വിരമിക്കലിന്റെയും അധികാരം ഒഴിഞ്ഞുമാറുന്നതിന്റെയും വേളകളിൽ ഒരു രാഷ്ട്രീയ നേതാവ് പുലർത്തേണ്ട പക്വതയും ലാളിത്യത്തെയും കുറിച്ചുള്ള ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിന്റെ പടികളിറങ്ങി തന്റെ പുതിയ വാടക വീട്ടിലേക്ക് മാറിയതിന് പിന്നാലെ ദിവസങ്ങൾക്ക് മുമ്പ് സൂപ്പർ താരം മോഹൻലാലിന് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിലെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പടരുകയാണ്. ഇരുവർ എന്ന പ്രശസ്ത സിനിമയുടെ പശ്ചാത്തലത്തിൽ നടന്ന സംഭാഷണത്തിൽ അധികാരത്തോടുള്ള തന്റെ മനോഭാവത്തെ കുറിച്ച് പിണറായി വിജയൻ പങ്കുവച്ച വാക്കുകൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ്. സ്ഥാനമാനങ്ങൾ എന്നും താൽക്കാലികമാണെന്ന ഉറച്ച ബോധ്യമാണ് തന്റെ കരുത്തെന്നായിരുന്നു അന്ന് പിണറായി വിജയൻ മോഹൻലാലിനോട് പറഞ്ഞത്. നമ്മൾ ഏത് സ്ഥാനത്ത് ഇരിക്കുന്ന ആളായാലും അതൊരു പ്രത്യേക നിയോഗത്തിന്റെ ഭാഗമാണെന്ന് കാണണം. എപ്പോഴും അവിടെ നിന്ന് മാറേണ്ടി വരുമെന്ന ധാരണ ഉള്ളിലുണ്ടാകണം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ന് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ രണ്ടാം വട്ടവും ഭരണം പൂർത്തിയാക്കി. തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ ഔദ്യോഗിക വസതി വിടുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു പരിഭവവും ഇല്ലായിരുന്നു എന്ന് സഹപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാദ്യമായല്ല പിണറായി വിജയൻ അധികാരമൊഴിഞ്ഞ ശേഷം വാടക വീട്ടിലേക്ക് മാറുന്നത്. തന്റെ ആദ്യത്തെ മന്ത്രിസ്ഥാനമായ വൈദ്യുതി വകുപ്പ് ഒഴിഞ്ഞപ്പോഴുള്ള അനുഭവം അദ്ദേഹം അഭിമുഖത്തിൽ ഓർത്തെടുത്തു. അന്ന് എന്റെ മക്കൾ ചെറുതാണ്. മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് നേരെ ഒരു വാടക വീട്ടിലേക്കാണ് മാറിയത്. കുട്ടികൾക്ക് പോലും അതിലൊരു പ്രയാസവും തോന്നിയിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഉള്ളത് കൊണ്ട് ജീവിക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനും കഴിയുന്നതാണ് തന്റെ ജീവിതചര്യയെന്നും വല്ലാതെ ഒന്നും മോഹിക്കുന്ന സ്വഭാവം തനിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ലാളിത്യമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ കാതൽ. വർഷങ്ങൾക്കിപ്പുറവും പിണറായി വിജയൻ എന്ന വ്യക്തിത്വത്തിന് മാറ്റമൊന്നുമില്ലെന്ന് നടൻ മോഹൻലാലും അഭിമുഖത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലിയിലും ഇടപെടലുകളിലും എപ്പോഴും ഒരു കരുതൽ ഉണ്ടായിരുന്നുവെന്ന് ലാൽ പറയുന്നു. അധികാരത്തിന്റെ കൊടുമുടിയിൽ ഇരിക്കുമ്പോഴും താഴെ തട്ടിലുള്ള മനുഷ്യരോടുള്ള ആ കരുതൽ അദ്ദേഹം കൈവിട്ടിരുന്നില്ല. ഒരു ഭരണാധികാരി എന്ന നിലയിൽ നിന്ന് സാധാരണക്കാരനായി മാറാൻ മിനിറ്റുകൾ മതിയെന്ന പാഠമാണ് പിണറായി തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDFന് അപ്രതീക്ഷിത തോൽവി ഉണ്ടായതോടെയാണ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് ഒഴിയാൻ തീരുമാനിച്ചത്. ബേക്കറി ജംഗ്ഷന് സമീപമുള്ള ഒരു സാധാരണ വാടക വീട്ടിലേക്കാണ് അദ്ദേഹം താമസം മാറിയത്. ഔദ്യോഗിക സംവിധാനങ്ങളുടെ അകമ്പടിയില്ലാതെ വരും ദിവസങ്ങളിൽ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായി അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. തോൽവിയിൽ തളരാതെ ജനാധിപത്യപരമായ മാറ്റങ്ങളെ പൂർണ്ണ മനസ്സോടെ ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ ശൈലി എതിരാളികൾ പോലും ശ്രദ്ധിക്കുന്നുണ്ട്. പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞതോടെ ഇനി അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് എത്തുമോ എന്ന ചർച്ചകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സജീവമാണ്. നിലവിൽ ഇതിൽ വ്യക്തമായ ഒരു തീരുമാനമായിട്ടില്ല. കേരളത്തിന് ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുമെന്നും അത് ആരാണെന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലെ പാർട്ടി ഘടകങ്ങളാണെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന PB യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ഔദ്യോഗിക ചർച്ചകൾ ഇതുവരെ പാർട്ടി വേദിയിൽ നടന്നിട്ടില്ലെന്ന് MA ബേബി മാധ്യമങ്ങളോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ മാത്രം ഏറ്റെടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. തിരഞ്ഞെടുപ്പിനെ CPIM നേരിട്ടത് ഒറ്റക്കെട്ടായാണ്. തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. അതിൽ പിണറായിയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട കാര്യമില്ല, ബേബി ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആഴത്തിലുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും വരും ദിവസങ്ങളിൽ വിശദമായ ചർച്ചകൾ നടത്തും. പാർട്ടിയുടെ ജനകീയ അടിത്തറയിൽ എവിടെയാണ് വിള്ളലുകൾ വീണതെന്ന് പരിശോധിക്കാനാണ് നിർദ്ദേശം. ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നും സംഘടനാപരമായ പോരായ്മകൾ എന്തൊക്കെയാണെന്നും ഓരോ മണ്ഡലം തിരിച്ച് പരിശോധിക്കാനാണ് CPIM ലക്ഷ്യമിടുന്നത്. അധികാരത്തിന്റെ പടവുകൾ ഇറങ്ങിയെങ്കിലും പിണറായി വിജയൻ എന്ന നേതാവിന്റെ പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ കുറയുന്നില്ല. പകരം അദ്ദേഹം വീണ്ടും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായി മുഴുവൻ സമയവും നീക്കിവെക്കുമോ അതോ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നിരയെ നയിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളും കോവിഡ് കാലത്തെയും പ്രളയകാലത്തെയും നേതൃത്വവും ചരിത്രത്തിന്റെ ഭാഗമാണ്. പഴയ അഭിമുഖം വൈറലാകുമ്പോൾ അത് നൽകുന്ന സന്ദേശം ഒന്നേ ഉള്ളൂ: അധികാരമല്ല, മറിച്ച് നിലപാടുകളാണ് ഒരു രാഷ്ട്രീയക്കാരനെ അടയാളപ്പെടുത്തുന്നത്. ക്ലിഫ് ഹൗസിൽ നിന്ന് വാടക വീട്ടിലേക്കുള്ള ഈ മാറ്റം പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു താമസം മാറ്റമല്ല, മറിച്ച് തന്റെ രാഷ്ട്രീയ ദർശനങ്ങളുടെ പ്രായോഗികമായ വെളിപ്പെടുത്തൽ കൂടിയാണ്. വരും ദിവസങ്ങളിൽ കേരളത്തിലെ ഇടത് രാഷ്ട്രീയത്തിന്റെ ഭാവി ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.